ഹലോ എവറി വൺ, ഇറ്റ്സ് മീ യുവേഴ്സ് പൊന്നു. വെൽക്കം ടു മൈ ചാനൽ പൊന്നു ആതിരാസ് വേൾഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു വിഷു 2025 മേക്കപ്പ് ലുക്കാണ്. ഇപ്പോൾ സമ്മറല്ലേ, സമ്മറിൻ്റെ സമയത്ത് നമ്മൾ ഒരുപാട് മേക്കപ്പ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ലേ? എനിക്കങ്ങനെ തോന്നാറുണ്ട് കേട്ടോ. ഈ ഫൗണ്ടേഷനും കൺസീലറും ഹൈലൈറ്ററും എല്ലാം കൂടെ. അപ്പോൾ അതൊന്നും ഇല്ലാതെ ഒരു സ്കിൻ കെയർ കൈൻഡ് ഓഫ് മേക്കപ്പ് കേട്ടോ. അപ്പോൾ സെറ്റഫിലിൻ്റെ മോയ്സ്ചറൈസറാണ് ഞാൻ ആദ്യം അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് സ്കിന്നിൽ അപ്ലൈ ചെയ്യാം. കയ്യിലൊന്ന് നന്നായിട്ട് ഡാപ്പ് ചെയ്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതൊന്ന് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഫാനിൻ്റെ അടുത്തിരുന്ന് കഴിഞ്ഞാൽ നല്ല സുഖമാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം സ്വിസ് ബ്യൂട്ടിയുടെ ബ്ലഷാണ് ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ സ്വിസ് ബ്യൂട്ടിയുടെ ഈ ബ്ലഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മേക്കപ്പ് റെവല്യൂഷൻ്റെ ഈ ലിക്വിഡ് ബ്ലഷിൻ്റെ അതേ പെർഫോമൻസ് തന്നെയാണ് സ്വിസ് ബ്യൂട്ടിയുടെയും വരുന്നത്. റേറ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വിസ് ബ്യൂട്ടിയാണ് കുറച്ചുകൂടെ നല്ലത്. പെർഫോമൻസ് രണ്ടും സെയിം ആണ് കേട്ടോ. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട ഒരു ബ്ലഷ് കൂടാണിത്. ഇതിൻ്റെ ഷെയ്ഡ് നമ്പറും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. നിങ്ങളൊന്ന് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്താൽ മതി. പ്രൊഡക്ട്സ് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ബ്ലഷ് എല്ലാം നമ്മൾ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ചെറിയൊരു ബ്ലെൻഡർ വെച്ചിട്ട് ഞാനിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം അപ്ലൈ ചെയ്ത സമയത്ത് എനിക്ക് തോന്നി കുറച്ച് കൂടുതലാണെന്നുള്ളത്. പക്ഷേ അത് ബ്ലെൻഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് വരും കേട്ടോ. ഇനിയിപ്പം വെറ്റ് വൈപ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒന്ന് നമ്മൾ കയ്യിൽ എപ്പോഴും കരുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കണ്ണിൻ്റെ താഴെയും ഇതേപോലെ തന്നെ ഈ സെയിം ബ്ലഷ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇനി കൂടുതൽ ഐ മേക്കപ്പ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഇതൊരു നാച്ചുറൽ കൈൻഡ് ഓഫ് മേക്കപ്പ് ആയതുകൊണ്ട് നമുക്കങ്ങനെ കൂടുതൽ ഐ ഷാഡോ കാര്യങ്ങളൊന്നും വേണ്ട. ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കളറാണ് വരുന്നത്. വളരെ ലൈറ്റ് ഷെയ്ഡാണ്. അപ്പോൾ നമുക്ക് ഫെയർ ടു മീഡിയം സ്കിൻ വരെ ഓക്കെ ആണ് ഈ ഒരു ഷെയ്ഡ്, ഈ ഒരു ബ്ലഷ് ഷെയ്ഡ്. അതല്ലാത്തവർക്ക് ചിലപ്പം കുറച്ച് കൂടുതലായി നിൽക്കുന്ന പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് വാങ്ങിയാൽ മതി. ഷെയ്ഡൊക്കെ എപ്പോഴും നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിനകത്ത് തന്നെ ഒന്ന് നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് വാങ്ങുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പം ഈ ഒരു സ്കിൻ ടോണാണ് നിങ്ങളുടെ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പക്കയായിട്ട് വരും കേട്ടോ. ഇപ്പോൾ ഞാൻ ഓൾറെഡി മൈക്രോ ബ്ലേഡിങ് ചെയ്തതുകൊണ്ട് ഇപ്പോൾ ഞാനത് ഇനി പുരികമൊന്നും കറക്റ്റ് ചെയ്യുന്നില്ല. അത് തന്നെ മതിയെന്ന് വിചാരിക്കുകയാണ്. ഇനി ചുണ്ടിനകത്ത് ഞാനിപ്പം നമ്മുടെ ക്രീം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് വൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി മസ്കാര ഇടുകയാണ്. ലിപ് ബാമാണ് കേട്ടോ ഇട്ടിരുന്നത്, ക്രീം എന്നല്ല ഞാൻ പറഞ്ഞു, സോറി കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് മസ്കാര ഞാൻ ഇട്ടിട്ടുള്ളത് മെബിലൈൻ്റെ ഹൈപ്പർ കളർ വെച്ചിട്ടാണ്. ഇത് വാട്ടർ പ്രൂഫ് അല്ല കേട്ടോ. എവറിഡേ മസ്കാര എപ്പോഴും വാട്ടർ പ്രൂഫ് ആവാതിരിക്കുന്നതാണ് നല്ലത്. വാട്ടർ പ്രൂഫ് കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്കിഷ്ടം എപ്പോഴും വാട്ടർ പ്രൂഫ് അല്ലാത്ത മസ്കാരയാണ്. ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ല പെർഫോമൻസ് ആണ് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. ഒരു 2 തവണയൊക്കെ നമ്മൾ ഇടുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല വോളിയം തോന്നുന്നുണ്ട്. നല്ല കേളായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ പേര് പോലെ തന്നെ അത്യാവശ്യം നന്നായിട്ട് കേളായി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് 2 കണ്ണിലും നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഡ്രമാറ്റിക് ലുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ താഴെ അധികം അപ്ലൈ ചെയ്തിട്ടില്ല, മുകളിൽ മാത്രമാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഫേസസ് കാനഡയുടെ വാവ് ലിക്വിഡ് മാറ്റ് ലിപ്സ്റ്റിക്കാണ് ഞാൻ ഇടുന്നത്. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റ് ഫിനിഷ് തരുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. ഇടുമ്പം കുറച്ചൊരു ഗ്ലോയി ഫിനിഷ് തരുന്നുണ്ടെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ അത് മാറ്റ് ഫിനിഷിലേക്ക് മാറും കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ഞാൻ സ്റ്റോറീസ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇപ്പം കണ്ടോ കുറച്ചൊരു മാറ്റ് ഫിനിഷ് വന്നില്ലേ. അപ്പം ഞാനിനി നമ്മുടെ ബ്ലഷിൻ്റെ ബ്രഷ് വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ചീക്സിൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ചീക്സ് ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഓൾറെഡി ചീക്സ് ഉണ്ട്, എന്നാൽ പോലും ഞാൻ ചീക്സ് ശരിക്കും ഉള്ളവർ കൂടുതൽ ചീക്സിൻ്റെ ഭാഗത്ത് ഇടാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയും. പക്ഷേ എനിക്ക് ചീക്സിലിടുമ്പം കുറച്ചുകൂടി ഭംഗിയുള്ള മാതിരി തോന്നും കേട്ടോ. നല്ല പ്ലം ആയിട്ടിരിക്കും. അപ്പം എനിക്കതിഷ്ടമാണ്. അപ്പം ഞാൻ താഴെ ചെറുതായിട്ട് കേട്ടോ, വളരെ ലൈറ്റായിട്ട് കണ്ണിൻ്റെ താഴെ ഒന്ന് മസ്കാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ മസ്കാര താഴെ ഇടണ്ടെന്നാണ് വിചാരിച്ചത്. എന്നാൽ ആ ഡ്രമാറ്റിക് ലുക്ക് വരാതെ തന്നെ വളരെ സിമ്പിളായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതാ ഈ ഒരു ലുക്കാണ് കിട്ടുന്നത്. ഇനി ഞാൻ കണ്ണ് എഴുതുന്നില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കമ്മലായിട്ടിടാൻ ഞാനിതാ ഈ ഒരു ചെറിയ ജിമിക്കയാണ് എടുത്തിട്ടുള്ളത്. ഞാനിത് കുട്ടിക്കാലത്ത് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തുള്ളൊരു ജിമിക്കയാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് ഈ ഒരു പതക്കവും. ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് വാങ്ങിയിട്ടുള്ള ഒരു പതക്കമാണ്. അപ്പോൾ അത് രണ്ടും ഒരു നൊസ്റ്റാൾജിയ. ഇനി ഒരു പൊട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇത്രയും നമ്മുടെ മേക്കപ്പ് ലുക്ക് വരുന്നുള്ളൂ. ഇനി നമുക്ക് കുങ്കുമം ഉണ്ടെന്നുണ്ടെങ്കിൽ കുങ്കുമം തൊടാം, മാരീഡ് ആണെങ്കിൽ മാരീഡ്, അല്ലെങ്കിൽ കുങ്കുമം തൊടണ്ട. അപ്പം ഇനി തൊടുന്നതും തൊടാതിരിക്കുന്നതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ് കേട്ടോ. ഞാൻ അങ്ങനെ സ്ഥിരമായിട്ട് കുങ്കുമം തൊടുന്ന ആളൊന്നുമല്ല. പിന്നെ ഈ ഒരു സാരി ഇതൊക്കെ ഇടുന്ന സമയത്ത്, കുങ്കുമം തൊടുന്ന സമയത്ത് ഒരു വൈബ് അല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്നേ ഉള്ളൂ. കുപ്പിവെള്ളം ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സിമ്പിൾ ലുക്കിൽ നിന്ന് അങ്ങോട്ട് വേറൊരു ലുക്കിലേക്ക് പോകും. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന പുളിയിലക്കര കൊണ്ടുവരാൻ കാരണം തന്നെ, ഈ ഒരു സെറ്റ് മുണ്ടിൽ പുളിയിലക്കര തന്നെ സെലക്ട് ചെയ്യാൻ കാരണം ആ ഒരു സിമ്പിൾ ലുക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഇത് ശരിക്കും ഞാൻ ഈ ഒരു സമയത്ത് എൻ്റെ മുടി ശരിക്കും മിസ് ചെയ്തു. ഒരു ഷോൾഡർ ലെവലെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ കാണാൻ ഭംഗി ഉണ്ടായേനെ എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. ബട്ട് ഇതും കുഴപ്പമില്ല, നമ്മൾ നീട്ടിക്കൊണ്ട് വരുവാണല്ലോ. അപ്പം ഇത് അമ്മമ്മയുടെ കമ്മലാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ആ കമ്മലിട്ടിട്ട് അമ്മമ്മേനെ എനിക്ക് ഓർമ്മ വന്നു ഈ സെറ്റും മുണ്ടൊക്കെ ഇട്ടപ്പം. അപ്പോൾ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടമായോ ഇല്ലെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അടുത്തൊരു വീഡിയോയിലൂടെ കാണുമ്പോൾ ബൈ, ടേക്ക് കെയർ, ലവ് യു, പൊന്നു.